ജെറമിയ 37 അധ്യായം. സെദക്കിയായുടെ അഭ്യർത്ഥന. യെഹോയാക്കീമിന്റെ മകനായ കോണിയായ്ക്ക് പകരം ജോസിയായുടെ മകനായ സെദക്കിയ രാജ്യഭരണമേറ്റു. ബാബിലോൺ രാജാവായ നബൂഖദ്നേസറാണ് അവനെ യൂദാ രാജാവാക്കിയത്. എന്നാൽ അവനോ അവന്റെ ദാസരോ ദേശത്തെ ജനങ്ങളോ പ്രവാചകനായ ജെറമിയ വഴി കർത്താവ് അരുളി ചെയ്ത വചനം ശ്രവിച്ചില്ല. സെദക്കിയ രാജാവ് ശെലമിയായുടെ പുത്രൻ യഹൂക്കാലിനെയും മാസേയായുടെ പുത്രൻ പുരോഹിതനുമായ സഫാനിയായെയും ജെറമിയ പ്രവാചകന്റെ അടുത്തയച്ച്, നമ്മുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക എന്ന് പറയിച്ചു. അന്ന് ജെറമിയ ജനത്തിന്റെ ഇടയിൽ സഞ്ചരിച്ചിരുന്നു. അവർ തടവിലാക്കപ്പെട്ടിരുന്നില്ല. ഫറവോയുടെ സൈന്യങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. ജെറൂസലേമിനെ ആക്രമിച്ചിരുന്ന കൽദായർ അത് കേട്ട് പിൻവാങ്ങി. അപ്പോൾ ജെറമിയ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ഹിതം ആരായാൻ നിങ്ങളെ എന്റെ അടുക്കലേക്ക് അയച്ച യൂദാ രാജാവിനോട് പറയുവിൻ, നിങ്ങളെ രക്ഷിക്കാൻ വന്ന ഫറവോയുടെ സൈന്യം തങ്ങളുടെ ദേശമായ ഈജിപ്തിലേക്ക് മടങ്ങും. കൽദായർ തിരിച്ചു വരും. അവർ ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അത് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു, കൽദായർ നമ്മെ വിട്ടു പൊയ്ക്കൊള്ളും എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കേണ്ട. അവർ ഇവിടം വിട്ടു പോവുകയില്ല. നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായരുടെ സകല സൈന്യത്തെയും നിങ്ങൾ പരാജയപ്പെടുത്തുകയും മുറിവേറ്റവർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് വരികയും ചെയ്താലും ആ മുറിവേറ്റ ഓരോരുത്തരും കൂടാരങ്ങളിൽ നിന്നെഴുന്നേറ്റ് ഈ നഗരം ചുട്ട് ചാമ്പലാക്കും. ജെറമിയ കാരാഗ്രഹത്തിൽ. ഫറവോയുടെ സൈന്യത്തെ ഭയന്ന് കൽദായ സൈന്യം ജെറൂസലേമിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ജെറമിയ കുടുംബാംഗങ്ങളുമായി അവകാശം പങ്കുവയ്ക്കാൻ ജെറൂസലേമിൽ നിന്ന് ബെഞ്ചമിൻ ദേശത്തേക്ക് പുറപ്പെട്ടു. ബെഞ്ചമിൻ കവാടത്തിലെത്തിയപ്പോൾ ഇരിയ എന്നു പേരായ കാവൽ സേനാനായകൻ ജെറമിയായെ തടഞ്ഞു നിർത്തി. ഹനനിയായുടെ മകനായ ശെലമിയായുടെ മകനാണ് ഇരിയ. നീ കൽദായരോട് ചേരാൻ പോവുകയാണെന്ന് അവൻ ജെറമിയായോട് പറഞ്ഞു. അത് നുണയാണ്, ഞാൻ കൽദായരുടെ അടുക്കിലേക്ക് പോവുകയല്ല എന്ന് ജെറമിയ പറഞ്ഞെങ്കിലും അത് സമ്മതിക്കാതെ ഇരിയ അവനെ പിടിച്ച് അധികാരികളുടെ മുൻപാകെ കൊണ്ടുവന്നു. കുപിതരായ അധികാരികൾ ജെറമിയായെ പ്രഹരിച്ച് തടവിലിട്ടു. കാര്യവിചാരകനായ ജോനാഥന്റെ വീടാണ് കാരാഗ്രഹമായി ഉപയോഗിച്ചിരുന്നത്. കാരാഗ്രഹത്തിലെ ഇരുട്ടറയിൽ ജെറമിയ വളരെ നാൾ കഴിച്ചുകൂട്ടി. സെദക്കിയ രാജാവ് ജെറമിയായെ ആളയച്ചു വരുത്തി, കർത്താവിൽ നിന്ന് എന്തെങ്കിലും അരുളപ്പാടുണ്ടോ എന്ന് രഹസ്യമായി ചോദിച്ചു. ജെറമിയ പറഞ്ഞു, ഉണ്ട്, നീ ബാബിലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അനന്തരം ജെറമിയ സെദക്കിയ രാജാവിനോട് ചോദിച്ചു, നിനക്കോ നിന്റെ ദാസർക്കോ ഈ ജനത്തിനോ എതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ തടവിലിട്ടത്? ബാബിലോൺ രാജാവ് നിനക്കും ഈ ദേശത്തിനുമെതിരെ വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ എവിടെ? ആകയാൽ യജമാനനായ രാജാവ് എൻ്റെ അപേക്ഷ കേട്ടാലും എൻ്റെ വിനീതമായ യാചന അങ്ങ് സ്വീകരിക്കണമേ. ഞാൻ മരിച്ചു പോകാതിരിക്കാൻ കാര്യവിചാരകനായ ജോനാഥന്റെ ഭവനത്തിലേക്ക് എന്നെ തിരിച്ചയക്കരുതേ. ജെറമിയായെ കാവൽപ്പുരത്തളത്തിൽ സൂക്ഷിക്കാനും നഗരത്തിലെ അപ്പം തീരുന്നതുവരെ അപ്പക്കാരുടെ തെരുവിൽ നിന്നും ദിവസവും ഓരോ കഷ്ണം അപ്പം കൊടുക്കാനും സെദക്കിയ രാജാവ് കൽപ്പിച്ചു. അങ്ങനെ ജെറമിയ കാവൽപ്പുരയുടെ തളത്തിൽ വസിച്ചു.